ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അധ്യായം 326 മുതൽ 330 വരെയുള്ള എപ്പിസോഡ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ 5 എപ്പിസോഡും തുടർച്ചയായിട്ടുള്ള 5 എപ്പിസോഡും ഒരുമിച്ച് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 325. എത്രയൊക്കെ മനസ്സിനെ സമാധാനിപ്പിച്ചാലും കിരണിന് സിദ്ധാർത്ഥിനോടുള്ള ദേഷ്യം മാറുന്നില്ല. അവന്റെ വിജയങ്ങൾ അത്രക്കും അവനിൽ അസൂയയുണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എപ്പോഴും സിദ്ധാർത്ഥിന് മാത്രം കിട്ടുന്നത്? അതിപ്പോ പണമായാലും പദവിയായാലും പെണ്ണായാലും. സത്യത്തിൽ ആകെ എനിക്കുള്ളത് ഈ കമ്പനി മാത്രമാണ്. അത് തന്നെ സ്വന്തം കൺട്രോളിൽ നിർത്താൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ എന്തിനാണ് താൻ ഇങ്ങനെ അസ്വസ്ഥനാകുന്നതെന്ന് കിരണിന് പോലും അറിയില്ലായിരുന്നു. അതിൽ അവന് ആദ്യം ആശ്ചര്യം തോന്നി, പിന്നെ നിരാശയും. എപ്പോഴും സിദ്ധാർത്ഥിന്റെ നിഴലിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയില്ല. അവനുള്ളതെല്ലാം തന്നെ തനിക്ക് സ്വന്തമാക്കണമെന്ന് കിരൺ കൊതിച്ചു. എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിനെ എല്ലാ വിധത്തിലും തകർക്കണം. അവനെ സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവരണം. അതിനായി ആദ്യം അവന്റെ സന്തോഷം നശിപ്പിക്കണം. അതാണ് നീലിമ. നീലിമ, ഇപ്പോഴത്തെ നിന്റെ സന്തോഷം മുഴുവനും അവളല്ലേ സിദ്ധു? അപ്പോ നിന്റെ ആ സന്തോഷത്തെ ഞാൻ ആദ്യം അങ്ങ് കവർന്നെടുക്കും. എന്നിട്ട് എന്റെ സ്വന്തമാക്കും അവളെ. അവനൊരു ഉന്മാദിയെ പോലെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പിറുപിറുത്തു. രാത്രിയാകുന്നതിനു വേണ്ടി അവൻ ആവേശത്തോടെ കാത്തിരുന്നു. സമയം അതിവേഗത്തിൽ സഞ്ചരിച്ചു. പെട്ടെന്ന് തന്നെ രാത്രിയായി. അപ്പോഴാണ് നീലിമക്ക് പാർട്ടിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇതുവരെ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ. പ്രധാന അതിഥി ആയതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പങ്കെടുക്കാതെ പറ്റില്ല. അതുകൊണ്ട് ഈ വിവരം സിദ്ധാർത്ഥിനെ അറിയിക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ വേഗത്തിൽ തന്നെ ഫോൺ എടുത്തിട്ട് അവനെ വിളിച്ചു. 2-3 റിങ്ങിനപ്പുറം തന്നെ സിദ്ധാർത്ഥ് ഫോൺ അറ്റൻഡ് ചെയ്തു. എന്തു പറ്റിയടാ, ഓഫീസിൽ നിന്നും ഇറങ്ങാറായോ? എന്നാ ഞാൻ കൂട്ടാൻ വരട്ടെ? സിദ്ധാർത്ഥിന്റെ സൗമ്യമായ സ്വരം അവൾ കേട്ടു. അപ്പോഴാണ് അതിനെപ്പറ്റി നീലിമയും ചിന്തിക്കുന്നത്. വൈകിട്ട് കൂട്ടാൻ വരാമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞതാണ്. അങ്ങനെ ഒരുമിച്ച് വീട്ടിലേക്ക് പോവാമെന്ന പ്ലാനിലായിരുന്നു അവര്. നീലിമ വാക്ക് കൊടുത്തിരുന്നു. എന്നിട്ടും ഇത്രയും നേരം പ്ലാൻ മാറിയതിനെക്കുറിച്ച് സിദ്ധാർത്ഥിനെ അറിയിച്ചില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് പോലും അവൻ അയച്ചില്ലായിരുന്നു. നീലിമക്ക് ആ കാര്യത്തിൽ ശരിക്കും കുറ്റബോധം തോന്നി. സിധു, സോറി സിധു, ഇന്ന് നൈറ്റ് ഓഫീസ് പാർട്ടിയുണ്ട്. അതും എനിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി. ഞാൻ റീജോയിൻ ചെയ്ത സന്തോഷത്തിൽ അറേഞ്ച് ചെയ്തതാണ്. എനിക്ക് പോകാതെ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? നീലിമ ആശങ്കയോടെ ചോദിച്ചു. പക്ഷേ മറുപുറത്ത് അവൾക്ക് മറുപടി നൽകാതെ സിദ്ധാർത്ഥ പൂർണ്ണമായും നിശബ്ദനായി. നീലിമ പാർട്ടിയെപ്പറ്റി സിദ്ധാർത്ഥിനോട് പറഞ്ഞെങ്കിലും അവന്റെ പ്രതികരണം ഒന്നും അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ താൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്ന് അവൾ സംശയിച്ചു. ഫോണിലേക്ക് നോക്കുമ്പോൾ കോള് കട്ടായിട്ടില്ല. സിദ്ധു, എന്താ ഒന്നും പറയാത്തെ? നീലിമ ആശങ്കയോടെ ചോദിച്ചു. അവനൊന്ന് നിശ്വസിക്കുന്ന ശബ്ദം അവൾ കേട്ടു. ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞാലോ? അത് തീർച്ചയായും നിനക്ക് സങ്കടമാവും. അതുകൊണ്ട് നീ പാർട്ടിക്ക് പോയിക്കോ. എന്നാ അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കിരണിനെ ഒട്ടും വിശ്വാസമല്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ ചിന്തകൾ ശരിയായ രീതിയിൽ ആയിരിക്കുമെന്ന് നീലിമയ്ക്ക് വ്യക്തമായിരുന്നു. സിദ്ധു, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അധിക നേരമൊന്നും വേണ്ട. എല്ലാവരോടും ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് അതിനുള്ള സമയം മാത്രം മതി. അപ്പോഴേക്കും സിദ്ധു എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നാൽ മതി, നീലിമ പറഞ്ഞു. ഓക്കെ, നീ ശ്രദ്ധിച്ചാൽ മതി, സിദ്ധാർത്ഥ് സമ്മതിച്ചു. ഒപ്പം ഫോണ് കട്ട് ചെയ്തു. നീലിമ നിസ്സഹായതയോടെ ഒരു നിമിഷം ഫോണിലേക്ക് നോക്കി. സിദ്ധാർത്ഥ് വളരെയധികം ടെൻഷനാകുമെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ തൽക്കാലികത്തേക്ക് അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും പാർട്ടി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ. അവൾ ആശ്വാസത്തോടെ സ്വന്തം വസ്ത്രത്തിലേക്ക് നോക്കി. പാർട്ടിയിലേക്ക് ഈ ഡ്രസ്സിൽ പോയാൽ കുഴപ്പമില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. വളരെ അയഞ്ഞ വസ്ത്രമാണ്. ഒറ്റനോട്ടത്തിൽ ആർക്കും ഗർഭിണിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വസ്ത്രം മാറാനുള്ള ബുദ്ധിമുട്ട് തൽക്കാലത്തേക്ക് നേരിടേണ്ടി വരില്ലെന്ന് അവൾ ആശ്വസിച്ചു. അവൾ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. ഊബർ വിളിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അതിനായി ഫോൺ എടുത്ത സമയത്താണ് മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിർത്തിയത്. അതിലിരുന്ന് കിരൺ പുഞ്ചിരിയോടെ അവളെ നോക്കി. നീലിമ, ഊബർ വിളിക്കാൻ നിൽക്കുവാണെന്ന് തോന്നുന്നല്ലോ. ഇനിയിപ്പേതായാലും അത് വേണ്ടല്ലോ. ഞാനും പാർട്ടി നടത്തുന്നിടത്തേക്കല്ലേ പോകുന്നത്. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. എന്തു പറയുന്നു? കിരൺ മാന്യമായി ചോദിച്ചു. പക്ഷേ അവൾക്ക് അവനെ വിശ്വസിക്കാൻ ഒരല്പം പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ഓഫർ നിരസിക്കാൻ നീലിമ ഒരല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഏയ് വേണ്ട സർ, ഞാൻ ടാക്സിയിൽ വന്നോളാം. നിങ്ങൾ പോയിക്കോളൂ, നീലിമ പറഞ്ഞു. അവൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് അവൻ ആദ്യമേ അറിയാമായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്തു പറ്റിയടോ? തനിക്ക് എന്നെ അത്രക്കും വിശ്വാസമില്ലേ? വാടോ, നമുക്ക് ഒരുമിച്ച് പോവാം. അവൻ വീണ്ടും സൗമ്യമായി പറഞ്ഞു. നീലിമയ്ക്ക് ശരിക്കും അസ്വസ്ഥത തോന്നി. അവന്റെ ക്ഷണം അവൾക്ക് ഇഷ്ടമായില്ല. പക്ഷേ അവൾക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കിരൺ അവളുടെ ബോസ് മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ കസിൻ കൂടിയാണ്. അതുകൊണ്ട് ഇരുവരും ഇപ്പോൾ ഒരു ഫാമിലിയാണ്. ഇതുവരെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അവന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നിട്ടില്ല. തൽക്കാലം ആ ക്ഷണം സ്വീകരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് അവൾ പിന്നെ ഒന്നും പറയാതെ പാസഞ്ചർ സീറ്റിലേക്ക് കയറിയിരുന്നു. കിരണിന്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു. അവളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞതിൽ അവൻ സ്വയം അഭിനന്ദിച്ചു. മുന്നോട്ടേക്കുള്ള യാത്രക്കിടയിൽ അവൻ പലപ്പോഴും അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ അനിഷ്ടം അവൻ എളുപ്പം മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രതികരിക്കാൻ അവൻ മുതിർന്നില്ല. വൈകാതെ ഈ രാത്രി തന്നെ അവളെ തന്റെ കയ്യിൽ കിട്ടും. അപ്പോ ഇതിനുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അതേ ചിന്തയോടെ അവൻ നിശബ്ദമായി ഡ്രൈവ് ചെയ്തു. അവന്റെ മുഖത്ത് ഗൗരവം തങ്ങി നിന്നു. അധികം വൈകാതെ കാർ ഹോട്ടലിന് മുന്നിൽ ചെന്നു നിന്നിരുന്നു. കിരൺ നീലിമയെ പാർട്ടി ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഫീസ് ജീവനക്കാരെല്ലാം അവിടെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഹാളിലേക്ക് കാലെടുത്ത് വെച്ചതും തലവഴി നിറയെ പൂക്കളൊക്കെ ഉതിർന്നു വീണു. ആരോ കയർ വലിച്ചത് പ്രകാരം ഒരു ചുവന്ന തിരശീല കൂടി അവൾ കാണും വിധം വിടർന്നു വീണു. വെൽക്കം ബാക്ക് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസ് സ്റ്റാഫെല്ലാം സന്തോഷത്തോടെ കൈയടിച്ചു. ഒപ്പം അവളെ വിഷ് ചെയ്തു. നീലിമ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ നന്നായി അമ്പരന്നിരുന്നു. അവൾ ചെറുതായൊന്ന് ശ്വാസമെടുത്തു. പിന്നെ പുഞ്ചിരിയോടെ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞു. നീലിമയുടെ ചില ഓഫീസ് സുഹൃത്തുക്കൾ അവളെ കൂടെ കൂട്ടി. അവരോടൊപ്പം സംസാരിക്കുകയും സന്തോഷകരമായ കാര്യങ്ങൾ പങ്കിടുകയും ചെയ്തു. ശരിക്കും രസകരമായ നിമിഷങ്ങളായിരുന്നു അത്. എല്ലാവരും വളരെയധികം സന്തുഷ്ടരായിരുന്നു. അതുകൊണ്ട് നീലിമയും എൻജോയ് ചെയ്തുകൊണ്ട് ആ പാർട്ടിയിൽ മുഴുകി. ഇതുപോലെ ഒരു കമ്പനിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് അവളുടെ മനസ്സിനെ ശരിക്കും സ്പർശിച്ചിരുന്നു. ഇതെല്ലാം ശ്രദ്ധയോടെ നോക്കി കിരൺ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ തന്റെ പ്ലാന് നടപ്പിലാക്കണമെന്ന ചിന്തയിലാണ് അവൻ നിൽക്കുന്നത്. കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അവൻ അത് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഈ പാർട്ടി തനിക്കുള്ള കെണിയാണെന്ന് നീലിമ അറിഞ്ഞതേയില്ല. പ്രിയങ്കയും സൂര്യയും കൂടെയുണ്ടല്ലോ. അവരോടൊപ്പം അവർ ശരിക്കും സന്തോഷവതിയായിരുന്നു. പ്രിയങ്ക അതിസുന്ദരിയായി ഒരുങ്ങി വന്നിട്ടുണ്ട്. ഒരു റെഡ് കളർ ഫ്രോക്കും നല്ല രീതിയിലുള്ള മേക്കപ്പും ആഭരണങ്ങളിലും അവൾ ഒന്നുകൂടി തിളങ്ങി. നീലിമയ്ക്ക് അത് കണ്ട് അവളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഡി പ്രിയങ്കെ, നീ എന്റെ അസിസ്റ്റന്റ് ആകുന്നതിനോട് എനിക്കിപ്പോ താല്പര്യം തോന്നുന്നില്ല കേട്ടോ. നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക സ്വാഭാവികമായി ഒന്ന് ഞെട്ടി. അവൾക്ക് വിഷമമാണ് ആദ്യം തോന്നിയത്. തന്റെ ജോലിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നോ എന്ന് അവൾ ചിന്തിച്ചു പോയി. സോറി മാഡം, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയോ? പ്രിയങ്ക വിഷമത്തോടെ ചോദിച്ചു. അയ്യോ, ഞാൻ അതല്ലടാ പറഞ്ഞത്. യു ലുക്ക് ജോർജിയസ്. അത് പറയാതിരിക്കാൻ വയ്യ. തന്നെ ഒരു സെലിബ്രിറ്റി ആക്കിയാലോ എന്ന എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. അതെങ്ങനെയുണ്ട്? നീലിമ പുഞ്ചിരിയോടെ ചോദിച്ചു. ശരിക്കും അവൾക്ക് ആ ചിന്ത തോന്നിയിരുന്നു. സ്റ്റാർഡമിലെ മോഡൽസിനേക്കാൾ സുന്ദരി പ്രിയങ്കയാണെന്ന് നീലിമയ്ക്ക് തോന്നി. അവളാണെങ്കിൽ നാണത്തോടെ ചിരിച്ചു. മാഡം ശരിക്കും എന്നെ കളിയാക്കുവാണല്ലേ? എന്നാലും സാരമില്ല. എനിക്ക് മോഡേൺ ആകുന്നത് ഇഷ്ടമല്ല. അതൊക്കെ വളരെ റിസ്ക് ഉള്ള ജോലിയല്ലേ. അവരൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഡെസ്പായി പോവും. എനിക്ക് തൽക്കാലത്തേക്ക് മാഡത്തിന്റെ മാത്രം ചീത്ത വിളി കേട്ടാൽ മതി. പിന്നെ സൂര്യയുടെ ഹെൽപ്പ് ലൈനിൽ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം, പ്രിയങ്ക പറഞ്ഞു. ഫ്രണ്ട്സിനൊപ്പം ഡ്രിങ്ക് അടിക്കുന്ന സൂര്യയെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അവൻ ഈ പറഞ്ഞതൊന്നും തന്നെ കേട്ടിട്ടില്ല. നീലിമ ഇരുവരെയും മാറി മാറി നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. ഇരുവർക്കും ഇടയിലുള്ള ഫീലിങ്സ് നീലിമക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. സൂര്യ ഈ നിലയിലേക്കെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതിപ്പോ പ്രിയങ്കയാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം നീലിമക്ക് അറിയാവുന്നിടത്തോളം അവളും നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇരുവരും അവർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരുമാണ്. നീലിമയുടെ മുഖത്ത് ചിരിയിൽ പ്രിയങ്കയ്ക്ക് ചമ്മൽ തോന്നി. അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തിരുന്നു. അത് നീലിമയിൽ നിന്നും മറച്ചു പിടിക്കാൻ അവൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടു. ഒടുവിൽ എക്സ്ക്യൂസ് പറഞ്ഞ് അവൾ വാഷ്റൂം ലക്ഷ്യമാക്കി അവിടെ നിന്നും ഓടി. അതേസമയം പാർട്ടിയുടെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി. അവിടേക്ക് കടന്നു വന്ന വ്യക്തിയെ കണ്ട് എല്ലാവരും അമ്പരന്ന് നിന്നു. നീലിമ ഇരുന്നിടത്തു നിന്നും ആരാണെന്നറിയാൻ വേണ്ടി മുഖമുയർത്തി നോക്കി. അവളുടെ മുഖത്ത് പതിയെ വെറുപ്പ് പടർന്നു. അവൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് വന്നിരുന്നത്. സാമലക്സ്. അവനും അവളെ കണ്ടിരുന്നു. ഒപ്പം അവൾക്കരികിലേക്ക് നടന്നു വന്നു. നീലിമ തന്റെ വികാരങ്ങളെല്ലാം അടക്കി നിർത്തി. പിന്നെ കഷ്ടപ്പെട്ട് അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. സാം, താൻ വന്നോ? സീരിയസ്ലി, എന്നെ വെൽക്കം ചെയ്യുന്ന പാർട്ടിയിലേക്ക് തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൾ ചെറിയൊരു പരിഹാസത്തോടെ പറഞ്ഞു. സാമലക്സ് തലയാട്ടി.
ബാക്കിയുള്ളവർ അടുത്തതായി എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. നീലിമയോട് മറുപടി പറയും മുൻപേ തന്നെ സാമലക്സ് ദീർഘമായൊന്നും വിശ്വസിച്ചു. നീലിമയുടെ ഈ സംസാരത്തിന് തൽക്കാലം അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു റിയാലിറ്റിയാണല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് അവളെ നാണം കെടുത്താനും പരിഹസിക്കാനും അവൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവളിപ്പോൾ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതുടനെ തന്നെ സിദ്ധാർത്ഥിന്റെ ചെവിയിലെത്തും. തൽക്കാലം അവളോടുള്ള മനോഭാവം അവൻ ഉള്ളിലടക്കി. പിന്നെ പുഞ്ചിരിയോടെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. എന്റെ നീലിമ, താനിത് എന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. തനിക്ക് കാര്യമായിട്ട് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. നോക്ക്, നമ്മളിവിടെ കൊളീഗ്സ് അല്ലേ. അപ്പോ തന്നെ വെൽക്കം ചെയ്യുന്ന പാർട്ടിയിൽ ഞാനെങ്ങനെ വരാതിരിക്കും? അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം അതുവഴി പോയ വെയിറ്ററുടെ ട്രേയിൽ നിന്നും ഒരു വൈൻ ഗ്ലാസ് എടുത്ത് കയ്യിലെടുത്തു. നീലിമ, നമുക്കൊരു ചീഴ്സ് പറയാം. സാം അതും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ഓഫീസിലെ പലവർക്കും നീലിമ ഇപ്പോഴും ഗർഭിണിയാണ് എന്ന കാര്യം അറിയില്ല. മാത്രവുമല്ല, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവന്റെ ഓഫർ നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അതൊരു പക്ഷേ ചർച്ചാ വിഷയമായേക്കാം. അതുകൊണ്ട് അവൾ ഒന്ന് കൈനീട്ടി വാങ്ങി. അതിനർത്ഥം നീലിമ അത് കുടിക്കുമെന്നല്ല. അവൻ ആ ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് മൃദുവായൊന്ന് പുഞ്ചിരിച്ചു. താങ്ക് യു ആൻഡ് സോറി സാം. ഞാൻ അങ്ങനെ മദ്യമൊന്നും കഴിക്കാറില്ല. അതിനു പകരം ഒരു ഗ്ലാസ് ചായ കുടിച്ചേക്കാം, അതുപോലെ? നീലിമ ചോദിച്ചു. ഒപ്പം മറ്റു വെയിറ്ററുടെ കയ്യിൽ നിന്നും ചായയുടെ ഒരു കപ്പ് കയ്യിലെടുത്തു. എന്നിട്ട് പതിയെ അയാൾക്ക് മുന്നിലിരുന്നു കൊണ്ട് തന്നെ അവൾ കുടിച്ചു തുടങ്ങി. പക്ഷേ ആ സമയത്തൊന്നും അറിയാതെ പോലും നീലിമയുടെ നോട്ടം അവനിലേക്ക് എത്തിയിരുന്നില്ല. അത് സാം ശ്രദ്ധിച്ചിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിടാൻ മറ്റെന്തു വേണം? അവന്റെ മുഖത്തു പോലും അതിന്റെ മാറ്റങ്ങൾ പ്രകടമായി. അതോടെ സാം കയ്യിലെ വൈൻ ഒറ്റയടിക്കങ്ങ് കുടിച്ചു തീർത്തു. പിന്നെ അവൾക്കരികിൽ നിന്നും എഴുന്നേറ്റുപോയി. അവൻ പോയ വഴിക്ക് പോകട്ടെ എന്ന് കരുതി നീലിമയും നിന്നു. അയാളെ ചൊടിപ്പിക്കാൻ ഒരല്പം പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ധ്യാനം അയാൾക്ക് പിന്നാലെ പോയിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ നീലിമയെ അവൻ വെറുപ്പോടെ പിന്തിരിഞ്ഞു നോക്കി. അവളോട് അയാൾക്ക് ഒരല്പം പോലും സൗഹാർദ്ദമുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, സൂര്യ അവൻ എപ്പോഴും ശത്രുവായി കണക്കാക്കിയിരുന്നു. അവിടെ നിൽക്കാനുള്ള മാനസികാവസ്ഥ ധ്യാനിന് ഒരല്പം പോലും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ സാം സൂര്യയോട് സംസാരിക്കുന്നത് ധ്യാൻ കണ്ടു. അത് കണ്ടപ്പോൾ അവനിൽ അസ്വസ്ഥത നിറഞ്ഞു. സൂര്യയെപ്പറ്റി സാം എന്താണ് ചിന്തിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യ എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നവൻ ഭയന്നു. തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാനും ധ്യാൻ അപ്പോൾ തയ്യാറായിരുന്നു. ഇത്രയും കാലം ഇവിടെ പലതും സഹിച്ചു നിന്നതും അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് തടുക്കാനായി അവൻ അവർക്കരികിലേക്ക് പോയി. വിചാരിച്ചതുപോലെ തന്നെ സാം സൂര്യയെ പ്രശംസിക്കുകയാണ്. സൂര്യ, ശരിക്കും താൻ ഇപ്പൊ കാണാൻ നല്ല ഹോട്ട് ആയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും താൻ ഇങ്ങനെ ചുള്ളനായിട്ട് വരുവാണല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ സീക്രറ്റ്? ഒന്ന് പറയൂ സൂര്യ. ഞാനും ഒന്ന് പരീക്ഷിക്കട്ടെ, ശ്യാം വശ്യമായി പറഞ്ഞു. പക്ഷേ സൂര്യ മറുപടിയൊന്നും നൽകിയില്ല. ഞാൻ തന്നെ ട്രെയിൻ ചെയ്യിക്കട്ടെ. തനിക്ക് ഒരുപാട് ബെറ്റർ ഓഫേഴ്സ് എനിക്ക് തരാൻ പറ്റും. നമുക്കൊരു കൈ നോക്കിയാലോ? സാം വീണ്ടും പറഞ്ഞു. ഇത് കേട്ട് ധ്യാനിന് ഒരു തളർച്ച തോന്നി. ആ വേഷം എനിക്ക് തരാമെന്ന് സർ നേരത്തെ തന്നെ ഏറ്റതാണ്. പിന്നെന്തിനാ ഇവനോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ധ്യാൻ ടെൻഷനോടെ ചോദിച്ചു. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാൻ നോക്ക്. സാം ധ്യാനിന്റെ വാക്കുകളെ തടസ്സപ്പെടുത്തി. പിന്നെ ഒരക്ഷരം പോലും മിണ്ടാൻ അവന് ധൈര്യം തോന്നിയില്ല. പക്ഷേ മനസ്സിൽ ശരിക്കും വിഷമം തോന്നിയിരുന്നു. ആ ഒരു വേഷം തനിക്ക് കിട്ടാൻ വേണ്ടി അവൻ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് അപമാനങ്ങളും നേരിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. പക്ഷേ സൂര്യക്കൊന്നും ചെയ്യാതെ തന്നെ സാമിന്റെ പ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ചിന്തിച്ചപ്പോൾ തനിക്ക് മിണ്ടാതിരിക്കാനുമാകില്ലെന്ന് അവന് തോന്നി. പക്ഷേ അതിനു മുൻപേ തന്നെ സൂര്യയുടെ ശബ്ദം കേട്ടു. താങ്ക് യു സർ, പക്ഷേ എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. ഇപ്പം തന്നെ ഒരുപാട് പ്രൊജക്റ്റ് എൻ്റെ അടുത്തുണ്ട്. അത് തീരാതെ തൽക്കാലം മറ്റൊന്നും ഏറ്റെടുക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, സൂര്യ പറഞ്ഞു. ഇങ്ങനൊരു പ്രതികരണം സാമും ധ്യാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ധ്യാനിന് സന്തോഷം തോന്നി. എന്നാൽ സാമിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നത് അവൻ കണ്ടില്ല. ഇതിനെല്ലാം കാരണം ധ്യാനാണെന്ന് സാം കരുതിയിരുന്നു. ഇടയിൽ അവൻ കയറി വന്നില്ലായിരുന്നുവെങ്കിൽ സൂര്യ തന്റെ വഴിക്ക് വന്നേനെ എന്ന് അയാൾ ചിന്തിച്ചു. കടുത്ത അപമാനവും ദേഷ്യവും അയാളെ കീഴ്പ്പെടുത്തി. അതോടൊപ്പം സാം ധ്യാനിനെ രൂക്ഷമായി നോക്കി. നീ ഒരൊറ്റൊരുത്തം കാരണമാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇടയിലേക്ക് കയറി വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? യൂസ്ലെസ് ഫെല്ലോ, സാം അടിമുടി വിറച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഇത്രയും പേർക്കിടയിൽ നിന്നപ്പോൾ അത് കേട്ട് ധ്യാനിന് കടുത്ത അപമാനം തോന്നി. കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അതിനെ അടക്കി നിർത്താൻ അവൻ ശ്രമിച്ചു. പ്ലീസ് സർ, ഇത്രയും പേർക്ക് മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ഈ വേഷം എനിക്ക് മുൻപ് തരാമെന്ന് സാർ തന്നെ വാക്ക് പറഞ്ഞതാണ്. പക്ഷേ അവൻ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ തന്നെ സാമിന്റെ ഒച്ച ഉയർന്നു. ഇനഫ്,
നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നില്ലേ, എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത്? നാണകെട്ട ജന്തു. ഇനി എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ അതിൽ കയറി ഇടപെടാനൊന്നും വരണ്ട. എന്റെ അടുത്ത് നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. സാം അമർഷത്തോടെ ചീറി പറഞ്ഞു. എന്നിട്ട് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അത് കണ്ട് ധ്യാൻ അനങ്ങാതെ നിന്നു. സാം വളരെയധികം ക്രൂരനാണ്. ആരോടും യാതൊരുവിധ സഹതാപവുമില്ലാത്തൊരു വ്യക്തി. അത് ധ്യാനിന്റെ മനസ്സിനെ നീറ്റി. അവനിൽ അസ്വസ്ഥത നിറഞ്ഞു. മനസ്സിൽ അപമാനം നിറഞ്ഞതിനാൽ ആരെയും തലയുയർത്തി നോക്കാൻ അവൻ ആ നിമിഷം കഴിയുമായിരുന്നില്ല. അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുന്ന ധ്യാനിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള 5 എപ്പിസോഡുകൾ ഓൾറെഡി ഞാൻ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അധ്യായം 326 മുതൽ 330 വരെയുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് തന്ന പോലെ തന്നെ സപ്പോർട്ട് അതിൽ വേണം കേട്ടോ. നമ്മുടെ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബ് ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ ചാനലിലായിരിക്കും ഞാൻ 5 എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ ഇടുന്നത്. ഈ ചാനലിൽ ഞാൻ ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.